ദുബായ് ദിനങ്ങൾ 4-ാം ദിവസം 29/10/23. ഞങ്ങളുടെ താമസ സ്ഥലത്തിൻ്റെ വളരെ അടുത്ത് തന്നെ കണ്ണൂരുകാരുടെ ഒരു ഹോട്ടലുണ്ട്. അവിടെ നിന്നാണ് ഞങ്ങൾ 2-ാം ദിവസം മുതൽ ഭക്ഷണം കഴിച്ചിരുന്നത്. അന്ന് രാവിലെ അവിടെ ഭക്ഷണം കഴിച്ചിട്ട് ബനിയ സ്ക്വയറിലെത്തി. ഞങ്ങളുടെ നോൾ കാർഡ് റീചാർജ് ചെയ്യണമായിരുന്നു. ATM മെഷീനിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന പോലെ തന്നെ വളരെ ശ്രദ്ധാപൂർവം ഞങ്ങൾ ഈസി ആയിട്ട് അത് ചെയ്തു. ശേഷം ട്രെയിൻ കയറി സെൻട്രൽ പോയിന്റിൽ എത്തി. അന്ന് ആമിർ ജോലി ചെയ്യുന്ന ഡൈവ് ടെക്കിലെത്തി. അവിടെയൊക്കെ കണ്ടു. അന്ന് ഹന്നയുടെ കുട്ടികൾ ഞങ്ങളുടെ ഒപ്പമില്ല. അവർ വാപ്പയുടെ ഒപ്പം വേറെ ഒരു പ്രോഗ്രാം ഉള്ളതുകൊണ്ട് വന്നില്ല. ശേഷം വാനിൽ കയറി ഞങ്ങളോട് ജമാലിക്ക. അന്നത്തെ ദിവസം നമ്മൾ കോർഫക്കാൻ ബീച്ചിലും അൽബിദിയ മോസ്കിലും ഫ്രൈഡേ മാർക്കറ്റിലുമാണ് പോകുന്നത് എന്ന് പറഞ്ഞപ്പം ഞങ്ങൾക്ക് വല്ലാത്ത ത്രില്ലായി. പോകുന്ന വഴിക്ക് ഡെസേർട്ട് തുടങ്ങുന്ന ഒരു സ്ഥലത്ത് എല്ലാവരും ഇറങ്ങി ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്തു. ഒരു ദിവസം മാറ്റിവെച്ച് ഡെസേർട്ടിലൂടെ യാത്ര ചെയ്ത് ഡിന്നറും ബെല്ലി ഡാൻസും ഒക്കെ കാണാനുള്ള താല്പര്യം ഞങ്ങൾക്ക് ആർക്കും ഇല്ലാത്തതുകൊണ്ട് കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ ഏരിയകൾ ദുബായിൽ കാണുക എന്നുള്ളതാണ്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് വീണ്ടും യാത്രയായി. മരുഭൂമിയുടെ സ്വഭാവം മാറി മലകൾ കണ്ടു തുടങ്ങി. സാധാരണ നാട്ടിലൊക്കെ നമ്മൾ കാടും മരങ്ങളും ഒക്കെ ഉള്ള മലകൾ കണ്ട നമുക്ക് കല്ലുകളും പാറകളും മാത്രം ഉള്ള ആ മലകൾ വല്ലാത്ത ഒരു അതിശയമാണ് ഉണ്ടാക്കിയത്. പുതിയതായി പണിത ഷാർജ കോർഫക്കാൻ റോഡ് 89 കിലോമീറ്റർ നീളമുള്ള ഒരു പാതയാണ്. അതിലൂടെ യാത്ര ചെയ്യുമ്പോൾ ദുബായിൽ നിന്നും കോർഫക്കാനിലെത്താൻ 45 മിനിറ്റ് മുതൽ 90 മിനിറ്റ് വരെ ലാഭിക്കാം എന്നാണ് പറയപ്പെടുന്നത്. റോഡുകൾക്കും മറ്റാവശ്യങ്ങൾക്കും വേണ്ടിയിട്ട് പാറ പൊട്ടിച്ചെടുക്കുന്ന കോറികൾ ധാരാളം പോകുന്ന വഴിക്ക് കാണാൻ സാധിച്ചു. വളരെ മനോഹരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്ന റോഡുകൾ. മിഡിൽ ഈസ്റ്റിൽ തന്നെ ഏറ്റവും നീളം കൂടിയ 2.7 കിലോമീറ്റർ നീളമുള്ള ആ ഒരു ടണൽ കഴിഞ്ഞതും വളരെ വ്യത്യസ്തമായ ഒരു സാഹചര്യങ്ങളുള്ള നമ്മുടെ കോർഫക്കാൻ നമ്മുടെ കണ്ണിൽപ്പെടുന്നു. കോർഫക്കാൻ നഗരത്തിലേക്ക് ഞങ്ങൾ കയറി. ആമർ ടൗണിലൂടെ യാത്ര ചെയ്ത് ഒരു കുന്നിൻ്റെ മുകളിൽ വാൻ ഓടിച്ച് അവിടെ നിർത്തി. ഞങ്ങളോട് ഇറങ്ങാൻ പറഞ്ഞു. ഇറങ്ങിയ ഞങ്ങളുടെ അടുത്ത് ജമാലിക്ക കൈ ചൂണ്ടി ദൂരെ കാണിച്ചു. അവിടെ ഞങ്ങൾ കണ്ടത് കടലും കപ്പലുകളും മനോഹരമായ ബീച്ചും. ഞങ്ങൾ നിന്നിരുന്ന സ്ഥലം അൽറാബി ടവറാണ്. അപ്പോൾ അവിടുന്ന് കടലും ബീച്ചും കുറേ നേരം കണ്ട് എൻജോയ് ചെയ്തു. പിന്നീട് പെതുക്കെ താഴോട്ട് കോർഫക്കാൻ ബീച്ചിലേക്ക് യാത്രയായി.
ഷാർജയിലുള്ള കോർഫക്കാൻ ബീച്ച് UAE-യിലുള്ള വളരെ മനോഹരമായ ഒരു സ്ഥലമാണ്. ഒരുപാട് അവിടെ കാണാനുണ്ട്. കോർഫക്കാൻ ബീച്ച് വളരെ ഫേമസ് ആണ്. വാട്ടർ ഗെയിമുകളൊക്കെ ധാരാളം ഉള്ളൊരു സ്ഥലമാണ്. പക്ഷേ ഞങ്ങൾ പോയ സമയം ഉച്ചയായതുകൊണ്ട് അധികം ആൾക്കാരില്ല. കുറച്ച് ടൂറിസ്റ്റുകൾ കടലിൽ നീന്തിക്കൊണ്ടിരുന്നു. കുറച്ച് നേരം അവിടെ ചിലവഴിച്ച് കഴിഞ്ഞിട്ട് അടുത്ത് ഞങ്ങൾ വളരെ പ്രസിദ്ധമായ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു മോസ്കിലേക്ക് യാത്രയായി. പോകുന്ന വഴിക്ക് ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കപ്പെട്ട കോർഫക്കാൻ വാട്ടർഫാൾസ് ഞങ്ങൾ കണ്ടു. വളരെ മനോഹരമായ കാഴ്ച. കോർഫക്കാനിലേക്ക് പോകുമ്പോഴും അവിടുന്ന് തിരിച്ച് പോകുമ്പോഴും വളരെ മനോഹരമായ മലകളും റോഡും വ്യത്യസ്തമായ ഒരു യാത്രയാണത്. അത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് UAE-യിലുള്ള വളരെ പ്രസിദ്ധമായ ഒരു മോസ്കിലേക്കാണ് ഞങ്ങൾ എത്തിപ്പെട്ടത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് 1424 പണിത അൽബിദിയ മോസ്ക്. വേപ്പിനെ പോലുള്ള ഇലകളുള്ള ഒരു മരം, അതിൻ്റെ അടുത്തൊരു കിണർ, ഇതൊക്കെ കാണുമ്പോൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അവിടെ ജീവിച്ചിരുന്ന ജനതയെ നമ്മളുടെ മനസ്സിൽ കാണാൻ സാധിക്കും. ഫുജൈറ എമിറേറ്റ്സിലുള്ള അൽബിദിയ എന്ന് പറയുന്ന ഗ്രാമത്തിലുള്ളത് കൊണ്ടാണ് അൽബിദിയ മോസ്ക് എന്നുള്ളൊരു പേര് അതിന് വന്നത്. ഉസ്മാനിയ മോസ്ക് എന്നും അതറിയപ്പെടുന്നു. അന്ന് ലഭ്യമായ കല്ല്, മണ്ണ് ഇതുകൊണ്ട് ഉണ്ടാക്കപ്പെട്ട ഒരു മോസ്കാണ്. അതിൻ്റെ ഉള്ളിൽ ചെറിയ ജനലുകൾ ഉണ്ട്. വെളിച്ചവും കാറ്റും അതിലൂടെ കടന്നു വരുന്നുണ്ട്. അത് സന്ദർശകർക്കും ഉള്ളിലേക്ക് കയറി കാണാവുന്ന ഒന്ന് തന്നെയാണ്. എല്ലാ സമയത്തും നിസ്കരിക്കാൻ അനുവാദമുള്ള അവിടെ ഡ്രസ് കോഡുകളുണ്ട്. അൽബിദിയ മോസ്ക് കണ്ടിറങ്ങിയപ്പോൾ 3 മണിയായി. വല്ലാത്ത വിശപ്പ്. ഇടയ്ക്ക് പഴങ്ങളും ചെറുകടികളും ഒക്കെ ഉണ്ട്, എന്നാലും വല്ലാത്ത വിശപ്പ്. അപ്പോൾ ജമാലിക്ക, നമ്മൾ അറബികൾ കഴിക്കുന്നത് പോലെ ഇന്ന് ഒരു അറബി ഭക്ഷണം ആയാലോ എന്ന് ചോദിച്ചു. എല്ലാവർക്കും വളരെ സന്തോഷം. ആമിർ വണ്ടി കൊണ്ടുപോയി ഒരു ഹോട്ടലിൻ്റെ മുമ്പിൽ നിർത്തി. അന്ന് അവിടെ ഞങ്ങൾ അറേബ്യൻ സ്റ്റൈലിൽ വളരെ മനോഹരമായ ഒരു ഭക്ഷണം കഴിച്ചു.
അത് കഴിഞ്ഞ് സമയമില്ലാത്തതുകൊണ്ട് ഫുജൈറ സിറ്റിയിലൊന്നും ഇറങ്ങിയില്ല. വണ്ടിയിൽ ഇരുന്ന വഴി മൊബൈലിലൂടെ പകർത്തുകയും കാഴ്ചകൾ കാണുകയൊക്കെ ചെയ്തു. പോകുന്ന വഴിക്ക് ഫ്ലാഗ് പോളും റെസിസ്റ്റൻസ് മോണുമെൻറ്റും ഒക്കെ കണ്ടു. ഷാർജ മോസ്കും വാനിൽ ഇരുന്നുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ കണ്ടു. ഹജർ മല ക്രോസ് ചെയ്ത് ഫ്രൈഡേ മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് എത്തി. മാർക്കറ്റ് നഴ്സറിയും പഴങ്ങൾ, പച്ചക്കറികൾ, ഭക്ഷണശാലകൾ നിറഞ്ഞ ഒരു സ്ഥലം. UAE-യിൽ വളരെ പ്രസിദ്ധമായ ഈന്തപ്പഴ എസൻസിൽ മുക്കി കഴിക്കുന്ന ഒരു തരം വട, അത് ഞങ്ങൾ കഴിച്ചു. പിന്നെ ഈന്തപ്പഴത്തിൻ്റെ ആ മുകൾ ഭാഗം ചെത്തി അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു സോഫ്റ്റായിട്ടിരിക്കുന്ന വെളുത്ത ഭാഗം വാങ്ങിച്ചുകൊണ്ട് പോകുന്ന ഒരുപാട് പേര് അവിടെ ഞങ്ങൾ കണ്ടു. ഇവിടുന്ന് നീണ്ട ഒരു യാത്ര. ഏകദേശം 8 മണിക്ക് ദുബായിലെത്തിയ ഞങ്ങൾ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിൽ ഇറങ്ങി വീട്ടിലേക്ക് കൊണ്ടുവരാൻ പാകത്തിനുള്ള ചില സാധനങ്ങളൊക്കെ വാങ്ങി. അതിനുശേഷം ആമിർ ഞങ്ങളെ മെലഡി ക്വീനിലെത്തിച്ചു. അത് കഴിഞ്ഞിട്ട് അടുത്തുള്ള ഡേ ടു ഡേ ഒരു ഷോപ്പിംഗ് മാളിലേക്ക് ചെന്ന് നെസ്റ്റോയിൽ കിട്ടാത്ത ആവശ്യമുള്ള മറ്റു പല സാധനങ്ങളും വാങ്ങിച്ചു. വിലയൊക്കെ കുറവുണ്ട്, എന്നാലും ആ സാധനങ്ങൾ അത്ര മെച്ചമല്ലെന്ന് തോന്നുന്നു. അടുത്ത ദിവസം, അതായത് 30/10/2023, ആ ഒരു ദിവസം മാത്രമേ ഇനി ഞങ്ങൾക്ക് ദുബായിൽ ചെലവഴിക്കാനുള്ളൂ. അന്ന് ഞങ്ങൾ വളരെ മനോഹരമായ ഒരു സ്ഥലത്ത് ആണ് പോയത്. അതിനെക്കുറിച്ച് അടുത്ത പാർട്ടിൽ വിശദമായിട്ട് നോക്കാം. Thank you very much for your kind watching.